ഞാനൊരു വീഡിയോ കാണിക്കാം. Now, I'm not the type of person to go to a city and then say, well, I'll never go back to that country. But my experience in Delhi, India was as close as I've ever gotten to having that feeling cross my head, and it's because of the incessant lying. Every day, just people trying to scam me. And literally on a daily basis, I would catch people lying, and their reaction was always the same. They would smile, and they would say, yeah, I was lying to you. No guilt, no remorse, not even an indication that dishonesty is a bad behavior. It's like every time I reached for my wallet, I was getting scammed. In Delhi, India, looking someone in the eye and telling them something you know to be untrue is part of the negotiation process. It's a cultural norm. And it is so tiresome. And so, as you can probably guess, my wife is a little bit more excited for this trip than I am. My wife has been on this idea that South India is far different than North India for a few years now, but seeing Russell Peters on Netflix kind of changed my mind and convinced me to give India another shot. So, now we will go to Mumbai. I'm a bit nervous. ഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശ സഞ്ചാരി പറയുന്നത് അദ്ദേഹത്തെ എല്ലാവരും പറ്റിച്ചു എന്നാണ്. ഇത്രയും മോശമാണോ നമ്മുടെ രാജ്യ തലസ്ഥാനത്തെക്കുറിച്ചുള്ള വിദേശികളുടെ അഭിപ്രായം? കേട്ടപ്പോൾ ലജ്ജിച്ച് തലകുനിച്ചുപോയി. കനേഡിയൻ പൗരനായ സ്റ്റീവ് ഡൽഹിയിൽ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയത് ഇൻസ്റ്റാഗ്രാമിലാണ്. കപ്പലണ്ടി കച്ചവടക്കാർ മുതൽ ഓട്ടോ ഡ്രൈവർമാർ വരെ തന്നെ പറ്റിക്കാൻ ശ്രമിച്ചെന്നാണ് സ്റ്റീവ് പറയുന്നത്. ഡൽഹിയിലെത്തിയ ശേഷം ഇന്ത്യ എന്ന രാജ്യം യാത്രയിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിച്ചു പോയതായി അദ്ദേഹം പറയുന്നു. എല്ലാ ദിവസവും ഓരോരുത്തരും എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരാൾ നുണ പറയുന്നത് പിടിക്കപ്പെട്ടാൽ അവർക്ക് യാതൊരു കുറ്റബോധവുമില്ല. പകരം ഒരു പുഞ്ചിരിയോടെ അത് സമ്മതിക്കും. പണം ചെലവാക്കേണ്ടി വരുന്ന ഓരോ സന്ദർഭത്തിലും താൻ വഞ്ചിക്കപ്പെടുകയാണോ എന്ന അസ്വസ്ഥതയാണ് അനുഭവപ്പെട്ടത്. ഡൽഹിയിലെ അനുഭവങ്ങൾ മോശമായിരുന്നെങ്കിലും ഇന്ത്യയെ പൂർണ്ണമായും തള്ളിക്കളയാൻ സ്റ്റീവ് തയ്യാറായിരുന്നില്ല. ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിലെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്ന് തൻ്റെ ഭാര്യ വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത കൊമേഡിയൻ റസൽ പീറ്റേഴ്സിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഇന്ത്യക്ക് ഒരവസരം കൂടി നൽകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. നിലവിൽ മുംബൈ സന്ദർശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദമ്പതികൾ. മുംബൈയിലെ സാഹചര്യം ഡൽഹിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്നും സ്റ്റീവ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. കനേഡിയൻ പൗരൻ്റെ വീഡിയോ വൈറലായതോടെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് സോഷ്യൽ മീഡിയയിൽ തുടക്കമിട്ടത്. നിരവധി വിദേശ സഞ്ചാരികൾ തങ്ങൾക്കും സമാനമായ അനുഭവങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്റ്റീവിനെ പിന്തുണച്ച് രംഗത്തെത്തി. എന്നാൽ ചുരുക്കം ചിലരുടെ പെരുമാറ്റം വെച്ച് ഒരു രാജ്യത്തെ മുഴുവൻ ആളുകളെയും മോശമായി വിലയിരുത്തുന്നത് ശരിയല്ലെന്നും ഇത്തരം സംഭവങ്ങൾ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാണെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു.